ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു സാധാരണ ഇതൊരു വൈറ്റ് ബോട്ടിലാണ്. അതിൽ നമ്മൾ ഒരു മാനിൻ്റെ ഷേപ്പ്, അതായത് രണ്ട് ചെവിയും അതുപോലെ തന്നെ രണ്ട് ഹോൺ, അത് രണ്ട് കൊമ്പും കൂടി നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തി എടുക്കുകയാണ് ബ്ലാക്ക് സ്കെച്ച് വെച്ച്. അതിനുശേഷം നമ്മൾ ഈ ഒരു കട്ടിംഗ് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് വ്യത്യസ്തമായിട്ട് മറ്റൊരു മോഡലാണ്. അതായത് ഒരു പെൻ ഹോൾഡർ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാൻ്റെ ഒരു തലയോടുകൂടിയുള്ളൊരു പെൻ ഹോൾഡർ ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഇതിപ്പം വെള്ള ബോട്ടിലാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഏത് ബോട്ടിലായാലും നമ്മൾ അതിൻ്റെ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് രണ്ട് ചെവിയും അടയാളപ്പെടുത്തി കുറച്ച് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്ന് വിട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആ ഒരു അടപ്പോടുകൂടി വെച്ചാണ് ചെയ്യുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു രണ്ട് ചെവി അതിൽ അടയാളപ്പെടുത്തി, അതുപോലെ തന്നെ കണ്ടില്ലേ ഒരു രണ്ട് കൊമ്പും അതിൽ അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു കട്ടിംഗ് ബ്ലേഡ് കൊണ്ട് പതുക്കെ കൊതച്ച് നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് അതിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള പോർഷൻ അത് പിന്നെ കത്രികയ്ക്ക് ഈ അമർത്തി ആ ഒരു ഷേപ്പ് പതുക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് അകത്തോട്ട് കയറി ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു കട്ടിംഗ് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്താൽ ബാക്കി നമുക്ക് ഇതുപോലെ ചെറിയ സിസർ കൊണ്ട് ബാലൻസ് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം എല്ലാ പോർഷനും നമ്മൾ ആ ഒരു കട്ടിംഗ് ബ്ലേഡിൽ വയ്ക്കാൻ ചിലപ്പോൾ നമ്മളെ കൈ കൊള്ളെ അത് ചീന്തി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷനും അത് കട്ട് ചെയ്ത് നമ്മൾ നല്ലപോലെ അമർത്തുമ്പോൾ ചിലപ്പം സ്പീഡിന് കട്ട് ചെയ്ത് വരും. ഒന്ന് കൊതച്ച് അതിനെ ഒന്ന് ഷേപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ഇതുപോലെ കത്രികയ്ക്ക് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. എനിക്കതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. എന്നിട്ട് ഇത് കോണിൻ്റെ പല ഗ്ലാസ്സുകൾ ഞാൻ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വൈറ്റ് ബോട്ടിലാണ്. അപ്പോൾ അത് ഒരു ഗ്ലാസിൻ്റെയും കൂടി പോർഷനിലോട്ട് വെക്കാനായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് സോപ്പും കൂടി എടുത്ത് വെച്ച് കുറച്ച് വെയിറ്റിന് വേണ്ടിയിട്ട്. ഇനിയെന്ന് വെച്ചാൽ ഇതെല്ലാം ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൊണ്ട് കവർ ചെയ്യാൻ ആ ഒരു ഹെഡ് പോർഷൻ കണ്ടില്ല, രണ്ട് ചെവിയും അതുപോലെ തന്നെ രണ്ട് കൊമ്പും കട്ട് ചെയ്ത് ആ രണ്ട് കൊമ്പിനെ ഞാൻ ബ്രൗൺ കളറിട്ട് ഇത് യെല്ലോ ഓറഞ്ച് കളർ അടിച്ചതിന് ശേഷമാണ് ഞാനിത് ഫോം ഷീറ്റ് യെല്ലോ ഓറഞ്ച് കളർ ചെയ്യാമെന്നാണ് കരുതി. പക്ഷേ അതിലും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഈ ഗ്ലിറ്റേർഡ് പേപ്പർ ഒട്ടിക്കുമ്പോഴാണ്. ഗ്ലിറ്റേർഡ് പേപ്പർ ആ ഫ്രണ്ടും അതുപോലെ തന്നെ ആ സൈഡിലും ഒട്ടിച്ച് കഴിഞ്ഞ് നമുക്ക് ആ ഒരു കഴുത്ത് ഭാഗം ഇതെന്ന് വെച്ചാൽ നല്ല കാറ്റടിക്കുമ്പോഴത്തേക്ക് താനേ ഇതിങ്ങനെ ആടി ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പെൻ ഹോൾഡർ ആക്കി എടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ടത് അത് മനോഹരമായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് കണ്ടില്ലേ ആ ചെറിയ ഡോട്ട്സുകളും അതുപോലെ ആ കണ്ണിൻ്റെ ബാക്കിയുള്ള പോർഷൻസാണ് ഞാനിത് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റുകൾ കൊണ്ട് നമുക്ക് കവർ ചെയ്ത് നമുക്ക് കയ്യിൽ കിട്ടുന്ന ബോട്ടിൽസുകളിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കതിൽ കട്ട് ചെയ്ത് അത് പെൻ ഹോൾഡർ ആക്കി എടുക്കാം. പെൻ ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ സ്കെച്ചുകളോ എന്ത് വേണമെങ്കിലും നമുക്കതിൽ എടുത്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇത് കുട്ടികൾക്ക് വളരെ ഒരു കൗതുകമായിട്ട് തോന്നാം. കാരണം ഈ ഒരു ഹെഡ് പോർഷൻ ഇങ്ങനെ വെറുതെ ഇരുന്നൊന്നും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഡലാക്കിയാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള പോർഷൻ ഈ ഗ്ലിറ്റേർഡ് പേപ്പർ കൊണ്ട് ഗ്ലിറ്റർ ഷീറ്റ് ഫോം ഷീറ്റ് കൊണ്ട് ഇത് കവർ ചെയ്തിരിക്കുകയാണ്. മുകളിലത്തെ രണ്ട് കൊമ്പ് അതിന് ബ്രൗൺ കളറും യെല്ലോ കളറും അതുപോലെ തന്നെ ഓറഞ്ച് കളറും ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പം നമുക്ക് ഒന്നും വേസ്റ്റ് ആക്കണ്ടില്ലേ, ഒന്നും നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ വീടുകളിൽ ഒരു അലങ്കാര വസ്തുക്കളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്ത് ഒരു പെൻ ഹോൾഡർ. ഞാൻ ചെയ്യുന്ന എല്ലാ ഷോർട്സിൻ്റെയും വീഡിയോസുകൾ ഇതിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകൾ വരെ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.